ഹലോ, അപ്പോൾ ഞങ്ങളുടെ ടോപ്പിക്ക് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ റിഗ്രഷൻ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ന്യൂലി എൻ്റർ ചെയ്ത കോഡ് അല്ലെങ്കിൽ ന്യൂലി എൻ്റർ ചെയ്ത ഫങ്ഷൻസ് വേറെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ കോഡ്സിനൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ഒക്കെ ഫൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്താനാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. സോ റിഗ്രഷൻ ടെസ്റ്റിംഗിലെ ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ് റെഗുലർലി അപ്ഡേറ്റ് യുവർ റിഗ്രഷൻ പാക്ക്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റിഗ്രഷൻ പാക്ക് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റ് കേസസ് ആണ്. അത് ഏതൊരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നോ അപ്പോൾ അതിലൊക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് ആണ് ഒരു റിഗ്രഷൻ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റിൽ കുറേ ടെസ്റ്റ് കേസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും വിത്ത് ദ സ്പെസിഫിക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓൾഡർ വേർഷൻ, നമ്മളിപ്പോൾ മുന്നേ ഉണ്ടാക്കിയ വേർഷൻസിലുള്ള വേർഷൻസിന് ആവശ്യം വന്ന സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടായിരിക്കും ഇങ്ങനൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ പാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിൽ തന്നെ റാൻഡം അല്ലെങ്കിൽ ഒരു ആഡ് ഹോക്ക് ടെസ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും ഈ പാക്കിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ പാക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഓൾഡർ ഫീച്ചർ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോഴും വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എപ്പോഴും വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് റിഗ്രഷൻ ടെസ്റ്റിങ്ങിൽ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റ് സിമ്പിൾ യൂണിറ്റ് ടെസ്റ്റ് ആണ്. സോ ഓട്ടോമേറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഗ്രഷൻ ടെസ്റ്റിങ്ങിൽ തന്നെ മോർ എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് മാനറാണ് ഈ ഓട്ടോമേറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമേറ്റേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രഷൻ ടെസ്റ്റിങ്ങിൽ തന്നെ ഇപ്പോൾ ടെസ്റ്റേഴ്സ് കുറേ അധികം കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് കുറേ അധികം ടെസ്റ്റ് കേസസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെസ്റ്റേഴ്സിനാണെങ്കിൽ അത് ഭയങ്കര ബോറിംഗ് ടെസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോമേറ്റേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമേറ്റേഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വർക്ക് ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് ടെസ്റ്റേഴ്സിന് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് പിന്നെ അതേപോലെ തന്നെ ഈ ഓട്ടോമേറ്റേഷൻസിൽ സ്യൂട്ട് ചെയ്യാത്ത കുറേ അധികം പ്രോബ്ലംസ് വേറെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ആർക്ക് ചെയ്യാം, ടെസ്റ്റേഴ്സിന് ചെയ്യാം. അപ്പോൾ ഇതിലൊരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്യൂർ ടീംസ് ആയാലും ഫേസ് ചെയ്യുന്ന ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി ഓഫ് സ്ക്രിപ്റ്റഡ് ടെസ്റ്റ് കേസസ് ആണ് കോമൺ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഓട്ടോമാറ്റിക് റിഗ്രഷൻ ടെസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റിക്ക് കുറവ് വരാം. കാരണം വല്ല കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓട്ടോമേറ്റേഷൻസിന് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അത് ബ്രേക്ക് ആവാം. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടും സിമ്പിൾ ആയിട്ടും വരുന്ന കുറേ ടെസ്റ്റ് കേസസ് നമുക്ക് ഓട്ടോമേറ്റേഷൻ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് മാത്രം ബാക്കി കോംപ്ലക്സ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഇതിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ടെസ്റ്റേഴ്സ് ചെയ്യാം. അപ്പോൾ കൂടുതൽ എളുപ്പമാവും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഹൈലി ട്രാഫിക്ഡ് പാർട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഹൈലി ട്രാഫിക്ഡ് പാർട്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വന്റ് യൂസ് കേസസ് ആണ്. ഒരു ആപ്ലിക്കേഷനിലെ മോസ്റ്റ് ഫ്രീക്വന്റ് കേസസ് ആണ് ഹൈലി ട്രാഫിക്ഡ് പാർട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഫങ്ഷനാലിറ്റീസ്, അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷനിലെ ബേസിക് ഫങ്ഷനാലിറ്റീസ്, അതേപോലെ പോപ്പുലർ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു ടെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് അതിലെ കോർ ഗ്രൂപ്പ്സും അതേപോലെ കോർ ഗ്രൂപ്പ്സ് യൂസേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ഇൻട്രാക്ഷൻസ് അതിലുള്ള ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ഇൻട്രാക്ഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ പാക്കിൽ ഈ ടെസ്റ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഈ ഫങ്ഷനാലിറ്റീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് റീറൺ സക്സസ്ഫുൾ ടെസ്റ്റ് കേസസ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ
ഒരു ഓൾഡർ വേർഷൻസ് അല്ലെങ്കിൽ മുന്നേ ചെയ്ത ആ ഒരു ഫംഗ്ഷനിൽ എന്തൊക്കെ ബഗ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫക്ട്സ് ഐഡന്റിഫൈ ചെയ്തോ അതൊക്കെ മാറ്റാനുള്ള ഫങ്ഷൻസ് അതിലുണ്ടായിരിക്കണം, ഒരു റിഗ്രഷൻ പാക്കിൽ ഉണ്ടായിരിക്കണം. സോ നമ്മൾ നെക്സ്റ്റ് ഒരു ഇതിലേക്ക് ടെസ്റ്റിംഗിൽ നടക്കുമ്പോൾ ഈ ഒരു ഇതൊക്കെ ഡിഫക്ട്സ് ഒക്കെ എന്തൊക്കെ ഉണ്ട് അതിനൊക്കെ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ഒക്കെ ഈ പാക്കിൽ ഉണ്ടാവും. അപ്പോൾ അത് നെക്സ്റ്റ് റൺ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഡിഫക്ട്സ് കാണുകയാണെങ്കിൽ അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ റിഗ്രഷൻ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഓക്കെ.